ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് മാത്രമല്ല കേട്ടോ, നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടിയുടെ റെസിപ്പിയാണ്. വെറും 10 മിനിറ്റുള്ളിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. നമുക്ക് ഇതിലേക്ക് കറികളൊന്നും ആവശ്യമില്ല കേട്ടോ, ഇങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ ടേസ്റ്റാണ്. വീഡിയോയിലേക്ക് പോവാം, വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ചോറ് ചേർക്കുന്നുണ്ട്. ഒപ്പം തന്നെ അര കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇനിയിപ്പോൾ വേറൊരു ബൗളിലേക്ക് ഞാൻ 2 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഈ മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുള്ള ചോറ് മുഴുവനായിട്ട് തന്നെ ഞാൻ ഇതിലേക്കൊന്ന് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചോറ് അരച്ചെടുത്തത് ചേർത്തിട്ടാണ് നമ്മളിതൊന്ന് കുഴച്ചെടുക്കുന്നത്. വേറൊരു വെള്ളം പോലും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ ഞാനിത് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ജസ്റ്റ് ഒരു 5 മിനിറ്റ് കൺടോപ്പിലിട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലൊരു ബൗളിലേക്ക് ഓയിൽ തേച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് മൂടി വെക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ ശേഷം ഞാനിതാ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഈ കോഴിമുട്ടയിലേക്ക് ഞാനിതാ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ പഞ്ചസാരയാണ്. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ഈ ഒരു കോഴിമുട്ട ഒന്ന് കറക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും വെക്കുന്നില്ല. ഇപ്പം തന്നെ നമുക്ക് ഈ ഒരു പൊറോട്ട ഉണ്ടാക്കിയിട്ട് തുടങ്ങാം. ഇത് നമുക്ക് ഒരിക്കലും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനിയിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി സോഫ്റ്റ് ആയി കിട്ടും. ഇത് നല്ല സോഫ്റ്റിലാണ് ഇരിക്കുന്നത്, കാരണം നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചോറാണ്. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈക്വലായിട്ടുള്ള കുറച്ച് ബോൾസുകളായിട്ട് ഞാൻ ഇതൊന്ന് കട്ടാക്കിയിട്ട് എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ അതിൽ നിന്നൊരു ബോൾസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പത്തിരി പലകയിലേക്ക് ഞാൻ കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തതിൻ്റെ ശേഷം ഞാനിതൊന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ നല്ല തിന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ വേഗത്തിൽ നമുക്ക് ഇതൊന്ന് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ ഓയിലോ എണ്ണയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പൊടിയിലിട്ടിട്ട് തന്നെ നമ്മളിതൊന്ന് പരത്തിയിട്ടെടുക്കാം. ഇനിയിപ്പോൾ നന്നായിട്ട് ഞാൻ തിന്നായിട്ട് പരത്തിയെടുത്തതിൻ്റെ ശേഷം ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഓർഡറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു പത്തിരി കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ചൂടായ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു പൊറോട്ട ഒന്ന് വെച്ച് കൊടുക്കാം. അതിൻ്റെ ശേഷം നമ്മളിതാ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ഈ ഒരു പൊറോട്ടയുടെ മേലേക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മല്ലിയുടെ ഇലയാണ്. അപ്പം നന്നായിട്ട് ചെറുതാക്കിയിട്ട് കട്ടാക്കിയിട്ടുള്ള മല്ലിയുടെ ഇലയാണ് കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ മേലേക്ക് കുറച്ചൊന്ന് തൂവി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 2-3 പ്രാവശ്യം നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഈ ഒരു പൊറോട്ട റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ കാണുമ്പോൾ തന്നെ അടിപൊളിയാണ്, അതുപോലെ തന്നെ കഴിക്കാൻ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊറോട്ടയാണിത്. അപ്പോൾ ഇനി ഞാനിത് ബാക്കി ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എല്ലാ പൊറോട്ടയും ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കുന്ന ഒരു പൊറോട്ടയാണിത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോളാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കാം. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. വേറൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ ഇൻഷാ അല്ലാ.